അനുജൻ തബലിസ്റ്റ് മജീദ് വന്ന് പറഞ്ഞു, ബാബുക്ക ഒരു വലിയ പാർട്ടി നിങ്ങളെ ബുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, അഡ്വാൻസ് ചോദിച്ചു മേടിക്കണം, കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം. അന്ന് ആദ്യമായി MS ബാബുരാജ് തന്റെ ജീവിതത്തിൽ അഡ്വാൻസ് ചോദിച്ചു. എത്ര വേണം എന്ന് വന്നവർ ചോദിച്ചു. 50 വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. പൊന്തിവരും സങ്കൽപ്പത്തിൻ ചരമക്കുറിപ്പുകളുടെ അപ്രധാനമായ കോളത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു. തബലിസ്റ്റും ഹാർമോണിസ്റ്റുമായിരുന്ന അൻവർ ഖാൻ പാളയത്ത് ബസ് സ്റ്റാൻഡിൽ മരിച്ചു. കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളെ കൂട്ടാൻ പാട്ടുപാടിയിരുന്നത് മച്ചാട്ട് കൃഷ്ണനും സഹോദരി വസന്തിയുമാണ്. അക്കാലത്ത് ബാബുക്ക മദ്രാസിൽ പാട്ട് ചിട്ടപ്പെടുത്തി കോഴിക്കോട് വണ്ടിക്ക് വന്ന് ഇറങ്ങിയാൽ ആ പാട്ടുകൾ ആദ്യം കേൾക്കാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് കേൾക്കാറുണ്ട്. വലിയ മുതലാളിമാർ. മലബാറിന്റെ സംഗീത ചരിത്രത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെതായ ഒരു സവിശേഷ ധാരയുണ്ട്. അതൊരു അംഗീകൃത സംഗീതധാരയായിട്ടല്ല പ്രവർത്തിച്ചത്. ബൊഹീമിയന്മാരും നാടോടികളും സൂഫികളും അവധൂതന്മാരുമായിരുന്ന കുറേ സംഗീതജ്ഞർ മലബാറിലെ ഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാരെ സംഗീതം പഠിപ്പിച്ച അറിയപ്പെടാതെ പോയ ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ ചരിത്ര ഭാഗമാണ് അത്. എൻ്റെ കഥാപ്രസംഗ ജീവിതകാലത്ത് ഈ അവധൂതന്മാരായ സൂഫികളും ബൊഹീമിയന്മാരുമായ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ചിലരെ നേരിട്ട് പരിചയപ്പെടാനും അവരോടൊപ്പം ഇടപഴകാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. കഥാപ്രസംഗ ജീവിതകാലത്തെ 80കളിൽ കുറ്റിപ്പുറത്ത് ഞങ്ങളുടെ കൈരളി മ്യൂസിക് ക്ലബ്ബിൽ അൻവർ ഖാൻ എന്നൊരു ഉസ്താദ് വന്ന് താമസിച്ചിരുന്നു. ഒന്നാന്തരമായിട്ട് ഹാർമോണിയം വായിക്കുമായിരുന്നു. മുഹമ്മദ് റാഫി മരിച്ച ദിവസം അൻവർ ഖാൻ ഉസ്താദ് ഞങ്ങളുടെ ക്ലബ്ബിലുണ്ട്. അന്ന് പുലരും വരെ അദ്ദേഹം റാഫി സാബിൻ്റെ പാട്ടുകൾ പാടി കരഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ. റേഡിയോയിൽ ഈ വാർത്ത കേട്ടത് മുതൽ ഉസ്താദ് ദുനിയാക്കെ രഖ്വാലിയൊക്കെ പാടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉസ്താദ് ഞങ്ങളുടെ ക്ലബ്ബിൽ സ്ഥിരതാമസക്കാരനെ പോലെയായിരുന്നു. ഇടയ്ക്ക് വന്നു പോയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അഷ്ടിക്ക് വക ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കായി തുറന്നു. കഥാപ്രസംഗത്തിൻ്റെ വരുമാനമല്ലാതെ ഞങ്ങൾക്കന്ന് വരുമാനമൊന്നുമില്ല. എവറസ്റ്റ് ഹോട്ടലിലെ കട്ടൻ ചായയും 2 പൊറാട്ട പങ്കുവെച്ചതുമായിട്ടാണ് ജീവിതം. അതിനിടയിൽ അല്പസ്വല്പം ലഹരിക്കുള്ള മരുന്ന് ഉസ്താദിന് വേണ്ടി കണ്ടെത്തണം. അവസാനം ഉസ്താദ് ഒരു ബാധ്യതയായി വന്നപ്പോൾ ചെർപ്പുളശ്ശേരിയിലെ ഒരു കഥാപ്രസംഗം കഴിഞ്ഞ് 200 രൂപ മെച്ചം വന്നത് ഉസ്താദിനെ ഏൽപ്പിച്ച് എൻ്റെ ഗുരുസ്ഥാനീയനായിരുന്ന ഭാർഗവേട്ടൻ പറഞ്ഞു, ഉസ്താദെ ഒന്ന് നാട്ടിൽ പോയി വന്നോളൂ, കുറച്ചു കാലം ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല. ഉസ്താദിന് തന്നെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ തീറ്റിപ്പോറ്റാനുള്ള കഴിവുള്ളവരല്ല ഞങ്ങളെന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായൊരു അന്തരീക്ഷമായിരുന്നു ക്ലബ്ബിൽ. ഏതായിരുന്നാലും ആ നോട്ട് തിരിപ്പിടിച്ച് കുറേ നേരം അദ്ദേഹം ഇരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങളെ ആരെയും വിളിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയവുമായി ക്ലബിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം ഇറങ്ങുന്നത് അറിഞ്ഞിട്ടും ഞങ്ങളാരും എഴുന്നേറ്റില്ല. ഉസ്താദ് സൂക്ഷിച്ചിറങ്ങണേ എന്ന് പതിവ് പോലെ ഓർമ്മപ്പെടുത്തിയില്ല. ആ പഴകിപ്പൊളിയാറായ കോണിപ്പടികൾ ചവിട്ടി അദ്ദേഹം ഇറങ്ങിപ്പോയി. പിന്നീട് അൻവർ ഖാൻ ഉസ്താദിനെ കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ ജോലി കിട്ടി കോഴിക്കോട് പെരുവയലിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ചരമക്കുറിപ്പുകളുടെ അപ്രധാനമായ കോളത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു. തബലിസ്റ്റും ഹാർമോണിസ്റ്റുമായിരുന്ന അൻവർ ഖാൻ പാളയത്ത് ബസ് സ്റ്റാൻഡിൽ മരിച്ചു. ഒരു കാലഘട്ടത്തിൽ മലബാറിൽ നിറഞ്ഞു നിന്നൊരു സംഗീതജ്ഞനായിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തൊരാൾ. പക്ഷേ ചരിത്ര പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടാതെ അൻവർ ഖാൻ കടന്നുപോയി. അൻവർ ഖാൻ മാത്രമല്ല, അതൊരു പരമ്പരയുടെ അറ്റമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് സംഗീതം പഠിച്ചു വന്ന കാസർഗോഡ് അബ്ദുൽ ഖാദർ, ഉസ്താദ് ബിച്ചമ്മു എന്നീ 2 സംഗീതജ്ഞർ മലബാറിൽ ഹിന്ദുസ്ഥാനി സ്റ്റൈൽ തബലവാദനം പ്രചരിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് ഗുൽ മുഹമ്മദ് സാഹിബ്, ജാൻ മുഹമ്മദ് സാഹിബ് എന്നീ 2 സംഗീതജ്ഞർ കോഴിക്കോട്ടെ വേദികളിൽ സ്ഥിരമായിട്ട് ഹിന്ദുസ്ഥാനി മെഖ്ഫിലുകളും തുമ്മരികളും ഖവാലികളും അവതരിപ്പിക്കാൻ വന്നിരുന്നു. അതിലെ ജാൻ മുഹമ്മദ് സാഹിബ്
ഇവിടെ സ്ഥിരമായി പരിപാടികൾ വരാൻ തുടങ്ങിയപ്പോൾ കോഴിക്കോട്ട് മുക്കത്തിനടുത്ത് നിന്ന് ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൊരു കുഞ്ഞുണ്ടായി, മുഹമ്മദ് സാബിർ ബാബു. 8 വർഷം കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചപ്പോൾ റുഖിയാബി എന്നൊരു സ്ത്രീയെ തലശ്ശേരിയിൽ നിന്ന് കല്യാണം കഴിച്ചു. അതിലൊരു മകനുണ്ടായിരുന്നു, SA മജീദ്. ആദ്യത്തെ സ്ത്രീയിലെ പുത്രൻ കുടുംബം പോറ്റാൻ വേണ്ടി പഠിപ്പിച്ച സംഗീതവുമായി ഊരുചുറ്റി. ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജാൻ മുഹമ്മദ് തിരിച്ചു പോയതിനു ശേഷം ഇളയമ്മയെയും കുടുംബത്തെയും പോറ്റാൻ വേണ്ടി തെരുവിൽ പാടി നടന്നിരുന്ന മുഹമ്മദ് സാബിർ ബാബു എന്ന കുട്ടിയെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് നടത്തിയിരുന്ന പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് എന്ന ഒരു സംഗീതപ്രണയിയായ മനുഷ്യനാണ് കണ്ടെത്തുന്നത്. ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടുപോയി തൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിപ്പിക്കുന്നതും തെരുവിൽ തന്നെ പാടി നടന്നിരുന്ന ലെസ്ലി എന്നൊരു കുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് തൻ്റെ സംരക്ഷണയിൽ വളർത്തുന്നതും സംഗീതപ്രണയിയായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദാണ്. ആ 2 പാട്ടുകാർ മലബാറിലെ അറിയപ്പെട്ട ചരിത്രപ്രസിദ്ധരായ പാട്ടുകാരായി. ഒരാൾ കോഴിക്കോട് അബ്ദുൽ ഖാദർ, മറ്റൊരാൾ MS ബാബുരാജ്. തെരുവിൽ പാടി നടന്ന മുഹമ്മദ് സാബിർ ബാബു ആണ് MS ബാബുരാജ് ആയത്. ലെസ്ലി ആണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആയത്. ഈ 2 വലിയ കലാകാരന്മാരെ സൃഷ്ടിച്ചത് ഈ അവധൂത പരമ്പരകളാണ്. അവരിൽ പലരും അനാഥരായിട്ടാണ് മരിച്ചത്. അൻവർ ഖാൻ പാളയത്തെ ബസ് സ്റ്റാൻഡിൽ മരിച്ചത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അതേപോലെ മണിപ്പാൽ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പ്രിൻസിപ്പളായിരുന്ന, ഒന്നാന്തരം സിത്താറിസ്റ്റായിരുന്ന, തിരൂരിൽ താമസിച്ചിരുന്ന വിൻസെൻ്റ് മാസ്റ്റർ തൻ്റെ രോഗാതുരതയും ദാരിദ്ര്യവും മൂലം ചേറിപ്പാഞ്ഞു വന്നൊരു തീവണ്ടിക്ക് മുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചു. ഉസ്താദ് ബിച്ചമ്മു താനൂരിലെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ അനാഥനായി മരിച്ചു. ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ ജലതരംഗം വായിച്ചിരുന്ന രാംറാവു മങ്കേഷ്കർ എന്ന മങ്കേഷ്കർ റാവു ഒരു ക്ലബിൽ അനാഥനായി മരിച്ചു. ഇങ്ങനെ അനാഥരും ദുഃഖിതരും ഏകാകികളുമായി ഒന്നും നേടാതെ കടന്നുപോയ ഈ സംഗീത പരമ്പരയാണ് മലബാറിൽ ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിച്ചത്. ഒരു കാലത്ത് പ്രഭു കുടുംബങ്ങളിലെ സവർണർക്ക് മാത്രമേ സംഗീതം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പാലക്കാട് കേന്ദ്രീകരിച്ച് പാലക്കാട് രാമനാഥ ഭാഗവതർ, പാലക്കാട് രാമഭാഗവതർ, സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, MD രാമനാഥൻ, പാലക്കാട് മണിയയ്യർ, പാലക്കാട് രഘു, അങ്ങനെ കർണാടക സംഗീത ചരിത്രത്തിലെ അതിപ്രഗത്ഭരായ ആളുകൾ മലബാറിൻ്റെ സംഗീത ചരിത്രത്തിലുണ്ട്. എന്നാൽ അങ്ങനെ സവർണരല്ലാത്ത പ്രഭു കുടുംബങ്ങളിൽ ജനിക്കാത്ത മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് സംഗീതം പകർന്നു കൊടുത്ത ഉസ്താദ് ബിച്ചമ്മു, സദക്കത്തുള്ള ഉസ്താദ് കാസർഗോഡ് അബ്ദുൽ ഖാദർ, കാസർഗോഡ് കുമാർ ഭാഗവതർ, ജാൻ മുഹമ്മദ് സാഹിബ്, ഗുൽ മുഹമ്മദ് സാഹിബ്, ദിലീപ് ചന്ദ് ജോഷി, തബലിസ്റ്റ് ബങ്കിച്ചൻ, തിരൂർ ഷാ, വിൻസെൻ്റ് മാഷ്, യൂനസ് ബായി, AP ഭാർഗവൻ, ഇങ്ങനെ എണ്ണമറ്റ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരുടെ ഒരു പരമ്പരയാണ് സാധാരണ മനുഷ്യരെ, ചുമട്ടുതൊഴിലാളികളും ഉന്തുവണ്ടി വലിക്കുന്നവരും തേപ്പ് പണിക്കാരും കൈക്കോട്ട് പണിക്കാരുമായ മനുഷ്യരെ ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കാതെ സംഗീതം പഠിപ്പിച്ചത്. മലബാറിലെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും പീടികയുടെ മുകളിൽ, മാളിക മുകളിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയ ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, സംഗീത ക്ലബ്ബുകളാണ് ഒരു കാലത്ത് ഈ തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും സംഗീതം പഠിപ്പിച്ചത്. 1940-കൾ തൊട്ട് കോഴിക്കോട് സജീവമായിരുന്ന പോസ്റ്റ്മാൻ സേതുബായിയുടെ ഈവനിങ് ക്ലബ്ബ്, ഉപ്പുമൊത്ത വ്യാപാരിയായിരുന്ന സാൾട്ട് മുഹമ്മദ് കോയയുടെ 4-ാം ഗേറ്റിലെ മാളിക, അറബീൻ്റെ അകത്ത് കോയയുടെ കല്ലായിലെ മാളിക, ഇതൊക്കെ സംഗീത കേന്ദ്രങ്ങളായിരുന്നു. ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ്, മഞ്ജുനാഥ റാവുവിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നടത്തിയിരുന്ന കല്ലായിലെ ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ്, ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ കോഴിക്കോട് നഗരത്തിൻ്റെ ഇടുക്കുകളിലും മുടുക്കുകളിലും വരെ പ്രവർത്തിച്ചിരുന്ന എണ്ണമറ്റ സംഗീത ക്ലബ്ബുകൾ, നാട്ടിൻപുറത്തെ തട്ടിൻമുകളിൽ പ്രവർത്തിച്ചിരുന്ന സംഗീത ക്ലബ്ബുകൾ, അവരാണ് ക്രൂരമായ ഒരു അധികാര വാഴ്ചയുടെ നുകക്കീഴിൽ സ്വന്തം ശബ്ദത്തിൻ്റെ സംഗീതം പോലും തിരിച്ചറിയാൻ അവസരമില്ലാതെ കഴിഞ്ഞ എത്രയെത്രയോ മനുഷ്യരെ വളർത്തിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ പരിപൂർണമായ സാക്ഷാത്കാരമാണ് MS ബാബുരാജ്. ബാബുരാജ് അതിപ്രശസ്തനായതിനു ശേഷമാണ് മരിക്കുന്നത്. സ്വന്തം സംഗീതത്തിന് കണക്ക് പറഞ്ഞ് പണം ചോദിക്കാൻ അറിയാത്ത ആളായിരുന്നു. മരിക്കുമ്പോൾ സ്വന്തം ശവശരീരം കൊണ്ടുവരാൻ പോലും നയാ പൈസ കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ബുക്ക് ചെയ്യാൻ വന്ന ഒരു പാർട്ടി വീട്ടിൽ വരുമ്പോൾ വാടക വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പട്ടിണി കിടന്ന് നിലവിളിക്കുകയാണ്, വിശന്ന് പൊരിഞ്ഞ് നിലവിളിക്കുകയാണ്. തബലിസ്റ്റ് മജീദ് പറഞ്ഞു, ഒരു വലിയ പാർട്ടി വന്നിട്ടുണ്ട് ബാബുക്ക, നിങ്ങൾ ഒരു 100 രൂപയെങ്കിലും അഡ്വാൻസ് വാങ്ങിക്കൊള്ളണം, കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം. അന്ന് ആദ്യമായി തൻ്റെ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ബാബുരാജ് അഡ്വാൻസ് ചോദിച്ചു. അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് വന്നവർ ചോദിച്ചു.
ഒരു 100 ഉറുപ്പിക വേണം എന്ന് പറഞ്ഞു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇല്ലെങ്കിൽ 50 മതി. ആദ്യം ഇവർ വിചാരിച്ചത് 50,000 ചോദിക്കുക എന്നാണ്. അയ്യോ, ഞങ്ങൾ അത്ര കരുതിയിട്ടില്ല, പിന്നീട് വരാം എന്ന് വന്നവർ പറഞ്ഞപ്പോൾ ബാബുക്ക ദേഷ്യപ്പെട്ട് ചോദിച്ചു, 100 ഉറുപ്പിക കയ്യിൽ വെക്കാതെ സംഗീതം ബുക്ക് ചെയ്യാൻ പോരെ? അപ്പോഴാണ് ഈ പാവം മനുഷ്യൻ 50 ഉറുപ്പികയാണ് ചോദിക്കുന്നത് എന്ന് വന്നവർക്ക് മനസ്സിലായത്. അന്ന് തൻ്റെ കുട്ടികൾക്ക് ഭക്ഷണത്തിലുള്ള അഡ്വാൻസ് മാത്രമാണ് അത്രയും പ്രശസ്തനായിട്ടും ബാബുക്ക ചോദിച്ചത്. അവനവനെ വിൽക്കാൻ അറിയാത്ത നിഷ്കളങ്കനായ സംഗീതജ്ഞനായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ അവധൂത ബൊഹീമിയൻ സംഗീത പരമ്പരകളിൽ പ്രശസ്തനായിട്ടും ഒന്നും നേടാതെ പോയ ഒരാൾ. മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുവരാനുള്ള പണം പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ബാബുക്ക ചിട്ടപ്പെടുത്തിയ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ പാടി റിയാലിറ്റി ഷോകളിൽ നിന്ന് 5 കോടിയുടെ ഫ്ലാറ്റ് സ്വന്തമാക്കിയ കുട്ടികൾക്കറിയില്ലല്ലോ, കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ തെരുവുകൾ തോറും നടന്ന പാമരനായി പാട്ടുകാരൻ സംഗീതം കൊണ്ടും ജീവിതം കൊണ്ടും നേടിയ വേദനകൾ. ഇതായിരുന്നു മലബാറിൻ്റെ യഥാർത്ഥ സംഗീത ചരിത്രം. പലരും ചരിത്രത്തിൽ രേഖപ്പെട്ടില്ല. ബാബുക്കായെ യമൻ കല്യാൺ ബാബുക്ക എന്നും കല്യാൺ ബാബുക്ക എന്നും യമൻ ബാബുക്ക എന്നൊക്കെ വിളിച്ചിരുന്നു. ഹിന്ദുസ്ഥാനിയിലെ യമൻ കല്യാൺ രാഗം ഏറ്റവും പോപ്പുലറാക്കിയത് ബാബുക്കയുടെ പാട്ടുകളാണ്. കർണാടക സംഗീതത്തിലെ കല്യാണി രാഗവുമായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത യമൻ കല്യാൺ രാഗം ഒരു കാലത്ത് നമ്മുടെ സംഗീതത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പാട്ട് ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എസ് ജാനകിയമ്മ ആലപിച്ചതാണ്. ജാനകിയമ്മ 4 തലമുറകളുടെ ഹൃദയത്തിൽ സ്വപ്നത്തിലും ഹർഷത്തിലും കണ്ണീരിലും മോഹത്തിലും മോഹഭംഗത്തിലും ഒക്കെ ഹൃദയശ്രുതി ചേർത്ത് നിന്ന പാട്ടുകാരിയാണ്. അവരുടെ ഏറ്റവും നല്ല പാട്ടുകൾ ബാബുക്ക ചിട്ടപ്പെടുത്തിയതാണ്. ഈ യമൻ കല്യാണിൽ അതിപ്രശസ്തമായൊരു പാട്ട് ബാബുക്കയുടേതായിട്ടുണ്ട്. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. നിരിഗരി സധനിരി ഗാഗപരീസ. ഇത് കല്യാൺ രാഗമാണ്, യമൻ കല്യാൺ രാഗം. ഈ രാഗം പഠിപ്പിക്കാൻ ബാബുക്കായുടെ ചില പാട്ടുകൾ മതി. ജാനകി തന്നെ പാടിയ മറ്റൊരു പാട്ടുണ്ട്, അത്ര പ്രശസ്തമല്ല ആ പാട്ട്. ആരാധികയുടെ പൂജാകുസുമം ദൂരെയെറിഞ്ഞു ദേവൻ, ദൂരെയെറിഞ്ഞു ദേവൻ. പാപിയെ വെളിയിൽ തള്ളി അമ്പലഗോപുര വാതിലടച്ചല്ലോ. ഇതാ രാഗത്തിൻ്റെ ജീവസ്വരങ്ങൾ നിറഞ്ഞ പാട്ടാണ്. പി ലീല പാടിയ തച്ചോടി യുദ്ധനിലെ ഇതേ രാഗത്തിലെ മറ്റൊരു പാട്ടുണ്ട്. കന്നി നിലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരി, കൈയിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. അങ്ങനെ എത്രയോ പാട്ടുകൾ പി ഭാസ്കരനും ബാബുരാജും ചേർന്നുണ്ടാക്കിയ ഗസലുകൾ. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമെഴും ചന്ദ്രികത്തൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ, സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ
എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണൂതും ആട്ടിടയൻ പ്രാണസഖി ശരിക്ക് ഇത്തരം പാട്ടുകളാണ് മലബാറിൽ ഈ സംഗീതജ്ഞർ സംഭാവന ചെയ്തത്. എത്രയോ നാടകങ്ങൾക്ക് വേണ്ടി ബാബുക്ക സംഗീത സംവിധാനം നിർവഹിച്ചു. കണ്ടം വെച്ചക്കോട്ട്, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, അതൊക്കെ മലബാറിൻ്റെ സംഗീത ചരിത്രത്തിൽ അനശ്വരമായി തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ബാബുക്കായെ പോലെ തന്നെ പ്രഗത്ഭനായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ അനവധി പാട്ടുകൾ ഇന്ന് പുതിയ തലമുറയ്ക്ക് ലഭ്യമല്ല. ആദ്യത്തെ മലയാളത്തിൻ്റെ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കിയ രാഘവ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഭാസ്കരൻ മാസ്റ്റർ പാട്ടുകളുള്ള നീലക്കുയിലിലെ അതിപ്രശസ്തമായൊരു പാട്ട് മാത്രം മതി അബ്ദുൽ ഖാദറിനെ ഓർക്കാൻ. ഓരോ കിനാവിൻ്റെ മാമ്പൂവ് തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. എങ്ങനെയാണ് നമുക്കത് മറക്കാൻ സാധിക്കുക? അദ്ദേഹത്തിൻ്റെ മായരുതേ വനരാധേ വാസുപ്രദീപ് എഴുതിയ പാട്ടാണ്. പാടാനോർത്തൊരു മധുരിത ഗാനം ടാഗോറിൻ്റെ കവിതയുടെ പരിഭാഷയാണ്. ഇങ്ങനെ എത്രയോ പാട്ടുകൾ കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിച്ചു. അദ്ദേഹം അവസാന കാലത്ത് പ്രാവിനെ പറത്തിയൊക്കെ അനാഥനായി ജീവിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു.